നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് ഒരു കാറ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ, അതായത് വാഹനങ്ങളുടെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സാറുമാർ നോക്കുക, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പറയാം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ അത്താണിയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വാഹനം ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ, നിങ്ങളുടെ ടെസ്റ്റായി നിൽക്കുന്ന വാഹനമുള്ള കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് അത്താണിക്കാണ് പോകുന്നത്. അവിടെ സാറുമാർ വണ്ടി ടെസ്റ്റ് ചെയ്യും. നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വാഹനം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ആവശ്യമായി വന്നതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. വണ്ടികളൊന്നും ഇല്ലേ ഇപ്പം ഇന്ന്? ഇതാണ് നമ്മുടെ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടികളിങ്ങനെ പാർക്ക് ചെയ്ത ടെസ്റ്റിനൊന്നും നോക്കിക്കോളും. ഡേറ്റ് എടുത്ത പ്രിന്റ്, ഫോം 25, സത്യവാങ്മൂലം, ടാക്സ് റെസീറ്റ്, പൊല്യൂഷൻ ഇൻഷുറൻസ്. ഒറിജിനൽ ഫസ്റ്റ് വയ്ക്കണം അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മതി ടെസ്റ്റിന് പേപ്പറുകൾ. ഓക്കെ, ഇനി അവരൊന്ന് വണ്ടി ഇൻസ്പെക്ട് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടികൾ നിരത്തിയിടുക, സാറ് വരുമ്പോൾ പേപ്പർ കൊടുക്കുക, ബോണറ്റ് പൊന്തിച്ച് വയ്ക്കുക, എഞ്ചിൻ നമ്പർ ചേസ് നമ്പറൊക്കെ അവരൊന്ന് നോക്കും, എന്നിട്ട് ഇൻഡിക്കേറ്റർ ഇതൊക്കെ ഇടാൻ പറയും, എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയും കേട്ടോ. വണ്ടി ടെസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായെന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ വണ്ടി കൊണ്ടുപോയി അവിടെ ഇട്ടു. അപ്പോൾ സാറ് വന്നതിന് ശേഷം നമ്മൾ ഫയൽ കൊടുത്ത സമയത്ത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ നമ്പർ ചേസ് നമ്പർ അദ്ദേഹം ചെക്ക് ചെയ്തു. വണ്ടിയിലും കറക്റ്റാണോ അത് RC ബുക്കിലും കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്തു. ബാക്കിയുള്ള പേപ്പറുകൾ, ഫീസിൻ്റെ പേപ്പറുകളൊക്കെ ചെക്ക് ചെയ്തു. അതിനുശേഷം വണ്ടിയുടെ ഇൻഡിക്കേറ്റർ, ഹെഡ് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കി. വൈപ്പർ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യണമെന്ന് നോക്കി. മഴയാണ് പ്രത്യേകിച്ച് വൈപ്പറും കാര്യങ്ങളൊക്കെ നോക്കി. മെയിനായിട്ട് ടയർ, 4 ടയറും നല്ലതാണെന്ന് നോക്കി, കട്ടുള്ള ടയറാണെന്ന് നോക്കി. അങ്ങനെ മൊത്തത്തിൽ പിന്നെ പെയിൻറ്റിങ് എല്ലാ കാര്യങ്ങളും റൗണ്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ആണ് നമ്മളോട് നിന്ന് വിട്ടത്. അപ്പോൾ എന്തായാലും പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പേപ്പറുകൾ, അതുപോലെ തന്നെ മെയിനായിട്ട് ഇലക്ട്രിക്കൽ കൺട്രോൾസ് ഇല്ലേ, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, ഹെഡ് ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, ബ്രേക്ക് ലൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു മങ്ങലും പാടില്ല കേട്ടോ. ക്ലിയർ ആയിരിക്കണം. അങ്ങനെ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് പാസ്സായി പോകാം. അപ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം കേട്ടോ. ശ്രദ്ധിക്കേണ്ട കേസ് നമ്മുടെ ഹെഡ് ലൈറ്റിലെ ബൾബുകളുടെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മുടെ നോർമലായിട്ട് കമ്പനി വരുന്ന ബൾബുകൾ മാത്രമേ യൂസ് ചെയ്യുക. അതല്ലാതെ വെളിച്ചം കൂടിയതോ അല്ലെങ്കിൽ കളർ വ്യത്യാസം വരുന്ന ബൾബുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് നമ്പർ പ്ലേറ്റ്. 2 നമ്പർ പ്ലേറ്റും IND നമ്പർ പ്ലേറ്റ്. ഇപ്പോൾ നിയമാനുസൃതമായ നമ്പർ പ്ലേറ്റുകൾ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് നമ്പർ പ്ലേറ്റ് അടിക്കുന്ന കടകളിൽ പോയി പറഞ്ഞാൽ തന്നെ അവർ അടിച്ചു തരും. അത് ഏത് വണ്ടി ടെസ്റ്റ് ചെയ്യണമെങ്കിലും എഴുത്ത് നമ്പർ പ്ലേറ്റ് ഇപ്പോൾ പറ്റില്ല. അപ്പോൾ അത് എന്തായാലും ഇതിന് ടെസ്റ്റിന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി സുഖമായിട്ട് ടെസ്റ്റ് പാസ്സായി. ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ ടെസ്റ്റിൻ്റെ ഡേറ്റ് വൈകി കഴിഞ്ഞാൽ, അതായത് ഒരു ദിവസം വൈകിയാലും നമ്മൾ കോമ്പൗണ്ട് ഫീ ആയിട്ട് 3500 എന്തായാലും അടയ്ക്കണം. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കറക്റ്റ് ഡേറ്റിൽ നമുക്ക് 90 ദിവസം 60 ദിവസം മുമ്പ് തന്നെ നമുക്ക് ടെസ്റ്റ് കൊടുക്കാൻ പറ്റും വാഹനങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഡേറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് കൺഫേം ആക്കിയിട്ട് ടെസ്റ്റിന് വരാം കേട്ടോ.